ഒന്ന്, ഞാൻ മനസ്സിലാക്കിയുള്ള ചില സത്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തണം. പശുവിന്റെ കൊമ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പശുവിന്റെ നാടൻ പശുക്കളുടെ കൊമ്പുകൾ അതിനേറ്റവും കൂടുതൽ ഈ റേഡിയോ ആക്ടിവിറ്റി അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു റിസർച്ച് നടത്താം. അതായത് ഒരു FM റേഡിയോ ഓൺ ആക്കിയിട്ട് പശുവിന്റെ കൊമ്പിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം നിങ്ങൾ കേൾക്കില്ല, വെറും എന്നുള്ള ഒരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ അത്രയും ആ ശബ്ദ തരംഗങ്ങളെ നിയന്ത്രിച്ച് വെറും ഒരു മൂളക്കം മാത്രമാക്കി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഓങ്കാരം എന്നുള്ളൊരു ശബ്ദത്തിലേക്ക് ആക്കിയെടുക്കാൻ പശുവിന്റെ കൊമ്പിന് കഴിവുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ നമുക്ക് അപകടകാരികളായിട്ടുള്ള പല ഇങ്ങനെയുള്ള മാഗ്നറ്റിക് വേവ്സിനെയും അതിനെ മാറ്റി അതിനെ മൈനസ് ചെയ്യാനുള്ള കഴിവില്ലേ? അപ്പൊ ഒരുപക്ഷെ നമുക്ക് അന്തരീക്ഷത്തിലുണ്ടാവുന്ന അപകടകാരികളായിട്ടുള്ള പല വേവ്സുകൾ, അതുപോലെ നമ്മള് പശുവിന്റെ ചാണകം, ഈ ചാണകത്തെ ഒരു വിലയില്ലാത്ത സാധനമായിട്ടാണ് ഇപ്പൊ സർക്കാർ കാണുന്നത്. ഇന്ന് നമുക്ക് അറ്റോമിക് പവർ സ്റ്റേഷനിലേക്ക് വേണ്ടുന്ന പ്ലൂട്ടോണിയം, എനിക്കറിയാം ഏറ്റവും പവർഫുൾ ഈ ആറ്റങ്ങൾ വിഘടിപ്പിക്കാൻ വേണ്ടുന്ന സാധനമാണത്. ഇത് ചാണകത്തിലുണ്ട് എന്നാ പറയണത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് തലത്തില് ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു സമ്പദ് വ്യവസ്ഥ തന്നെ നമുക്ക് ഉണ്ടാക്കാം. കാരണം ഇന്നത് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട്. അത്രയും പ്ലൂട്ടോണിയം ഈ സാധനത്തിലുണ്ടെന്നാ പറയുന്നത്. ഈ തരത്തില് നമുക്ക് നമ്മുടെ പശുക്കളുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, ഈവൻ ഗോമൂത്രത്തെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ക്യാൻസർ മാറ്റാനുള്ള കഴിവ് ഈ നാടൻ പശുവിന്റെ ഗോമൂത്രത്തിനുണ്ടെന്ന് വളരെയധികം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഗോമൂത്രം ഡിസ്റ്റിൽ ചെയ്യുന്ന ആളാണ്. അതിന്റെ അകത്ത് തുളസിയും അതുപോലുള്ള മരുന്നൊക്കെ ചേർത്തിട്ട് എത്രയോ ആളുകളുടെ ഷുഗർ, ഈവൻ എനിക്ക് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഞാനത് ഞങ്ങളുടെ ആശ്രമത്തിൽ ഉണ്ടാക്കി ഞാനത് കഴിച്ച് എന്റെ ആസ്മ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു അലോപ്പതി മരുന്നില്ല. അത് എന്റെ വളരെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ജെയിംസ്, അതൊരു ക്രിസ്ത്യാനാണെങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം ഗോമൂത്രം കഴിച്ചിട്ട്, വേറെ മറ്റു മരുന്നുകൾ കുറച്ച് കഴിച്ചു, പക്ഷെ ബേസിക്കലി ഗോമൂത്രം കഴിച്ചാൽ അദ്ദേഹം, ഇതൊക്കെ എനിക്ക് അതോറിറ്റിയിൽ പറയാൻ പറ്റും. അത്രയും ശ്രേഷ്ഠമായ ഒരു സാധനം. ഞാൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ പശുക്കളെ ഹിന്ദു മതത്തില് പാമ്പിനെ പൂജിക്കുന്നത്, പാമ്പിന് അന്തരീക്ഷത്തിലെ വലിയ ശക്തിയുള്ള ചില വിഷങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഏറെ പഠിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് അഹമ്മദാബാദില് ഇപ്പൊ അടുത്ത ദിവസം കണ്ടുപിടിച്ചു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയകളായിട്ടുള്ള ഈ ഇബോള പോലുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിൽ ഇന്ന് വലിയ ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ നശിപ്പിക്കാൻ ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും വേണം. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മാത്രം സാധ്യമല്ല. കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത വൈറസുകളെ ഒരുപക്ഷെ പാമ്പിന്റെ വായിൽ നിന്ന് നിശ്വസിക്കുന്ന വായു കൊണ്ട് അത് നശിക്കുമെങ്കിൽ അവരും ഇവിടെ ജീവിക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയവരാണ് ഭാരതീയര്. അതുകൊണ്ടാണ് പാമ്പിനെ പൂജിച്ചത്, പട്ടിയെ ആദരിച്ചത്. അല്ലേ? നിങ്ങള് മുത്തപ്പൻകാവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പട്ടി അവിടെ ആദരണീയമാണ്. കോഴി, പാലക്കാടിനടുത്ത ഒരു സ്ഥലത്ത് കോഴിയെ പൂജിക്കുന്ന സ്ഥലമുണ്ട്.